പഞ്ചാരി മേളത്തിൽ പ്രമാണിയായി പ്രശസ്ത സിനിമാ താരം പത്മശ്രീ ജയറാം പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള പഞ്ചാരി മേളത്തിലാണ് ജയറാം കൊട്ടിക്കയറിയത്. പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള പഞ്ചാരി മേളത്തിലാണ് ജയറാം കൊട്ടിക്കയറിയത്. 111 വാദ്യകലാകാരന്മാർ അണിനിരന്ന പഞ്ചാരി മേളത്തിലാണ് പ്രമാണിയായി പ്രശസ്ത സിനിമാ താരം പത്മശ്രീ ജയറാം പങ്കെടുത്തത്. ക്ഷേത്രം ഭാരവാഹികൾ ജയറാമിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കലാമണ്ഡലം സുമതി ടീച്ചറെയും സിനിമാ താരം ആശാ ശരത്തിനെയും ജയറാം ആദരിച്ചു. കൂടാതെ വിശിഷ്ട വ്യക്തികളെയും ആദരിച്ചു. ജന്മനാട്ടിലെത്തിയ ജയറാമിനെ കാണുവാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഏപ്രിൽ 7-ന് ആരംഭിച്ച തിരുവുത്സവം 14-നാണ് സമാപിക്കുന്നതെന്ന് ക്ഷേത്രം പ്രസിഡന്റ് NP ബാബു അറിയിച്ചു. പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവം 7-ാം ദിവസമാണ്. ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ അക്ഷദേവ്യ മഹാഗണപതിയോടുകൂടി ക്ഷേത്രം തന്ത്രി ഗണപതി നടത്തുകയും അതിനുശേഷം നമ്മുടെ ഇന്ന് പഞ്ചാരി മേളം നടത്താൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പെരുമാറുകാരുടെ അഹങ്കാരമായ സുപ്രസിദ്ധ സിനിമാ താരം പത്മശ്രീ ജയറാമാണ് എത്തിയിരിക്കുന്നത്. ആ പഞ്ചാരി മേളത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ ചെറിയൊരു സദസ്സ് ഒരുക്കുകയുണ്ടായിരുന്നു. ആ സദസ്സിലേക്ക് നമുക്ക് നമ്മുടെ കലാമണ്ഡലം സുമതി ടീച്ചറെയും അവരുടെ മകൾ സുപ്രസിദ്ധ സിനിമാ താരം ആശാ ശരത്തും പങ്കെടുക്കുകയുണ്ടായിരുന്നു. കൂടാതെ മുഖ്യ ദേവസ്വം ബോർഡ് മെമ്പർ KP അജയൻ, ജില്ലാ ജഡ്ജ് സ്മിത, ഒട്ടനവധി പേരുകൾ നമ്മുടെ ഈ വേദിയിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് ഈ ക്ഷേത്രത്തിൽ ജയറാമിൻ്റെ പഞ്ചാരി മേളം അണിനിരുന്നത് 111ഓളം കലാകാരന്മാരാണ് അണിനിർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പാമ്പാടി രാജൻ എത്തിയിട്ടുണ്ട്, പാമ്പാടി സുന്ദരനുണ്ട്. അങ്ങനെ 5 ആനകളുടെ എഴുന്നേൽപ്പ് നടത്തുന്നുണ്ട് ക്ഷേത്രത്തിൽ. രാവിലെ പ്രസാദകൂട്ടും ഉച്ചയ്ക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും നടത്തുന്നുണ്ട്. ഓരോ ദിവസവും ക്ഷേത്രത്തിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒത്തിരി ജനങ്ങളാണ് ജനങ്ങളിലേക്ക് ക്ഷേത്രത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിലേറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല വ്യത്യസ്തമായ കലാരൂപങ്ങളാണ് ഈ വർഷം നമുക്ക് അരങ്ങേറാൻ സാധിച്ചതെന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.